അതിതീവ്ര മഴ മുന്നറിയിപ്പിൽ മധ്യ കേരളത്തിലും മുന്നൊരുക്കങ്ങൾ ശക്തമാക്കി. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലർട്ടാണ്. മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കനത്ത മഴ സാധ്യതയുള്ളപ്പോഴും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അവതാളത്തിലാണ്. കൊച്ചിയടക്കം വലിയ വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടായിരുന്നു. റെഡ് അലർട്ടുള്ള കോട്ടയത്തും ഓറഞ്ച് അലർട്ടുള്ളതെങ്കിലും അതിതീവ്ര മഴ സാധ്യത പ്രവചിച്ച കോട്ടയം, എറണാകുളം ജില്ലകളിലും രാവിലെ കാര്യമായ മഴ പെയ്തില്ല. ഇന്നും നാളെയും ആലപ്പുഴയിൽ ഓറഞ്ച് അലർട്ടാണ്. ബുധനാഴ്ച ആലപ്പുഴയിലും ശക്തമോ അതിശക്തമോ ആയ മഴയ്ക്കാണ് സാധ്യത. തൃശൂരിൽ ചൊവ്വാഴ്ചയും തീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. അതിതീവ്ര മഴ സാധ്യതയെ തുടർന്ന് ഇന്നലെ മുതൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കോട്ടയത്ത് ഖനന പ്രവർത്തനങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നുമുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രമായ മാർമല അരുവിയിൽ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മഴ കനത്താൽ വെള്ളക്കെട്ടിലാകുന്ന ഭാഗങ്ങളിൽ മഴക്കാലപൂർവ്വ ശുചീകരണ ജോലികളൊന്നും പൂർത്തിയായിട്ടില്ല. കൊച്ചി നഗരം ഇത്തവണയും വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിലേ പോണാണ്. 6 പണിക്കാരെ വെച്ചിട്ടൊക്കെയാണ് ഇത്രയും വലിയൊരു വർക്ക് ഇവര് ചെയ്യണത്. അപ്പൊ അത് എത്രത്തോളം നീളുന്നറിയാം. പിന്നെ സമയാസമയം കാര്യങ്ങൾ ചെയ്താൽ വേണ്ട വിധത്തിൽ, അല്ലാതെ വെറുതെ പ്രഹസനമല്ല, വേണ്ട വിധത്തിൽ ചെയ്താൽ വെള്ളക്കെട്ട് ഒരു ലെവലിൽ പരിഹരിക്കാം എന്നുള്ളതാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരും അതിനോട് കൂട്ടുനിന്നുകൊണ്ട് ഇവിടെ കുറച്ച് ജോലിക്കാരെ വെച്ചുകൊണ്ട് മാത്രം വർക്ക് നടക്കുന്ന, ഇവിടെ സൂപ്പർവൈസേഴ്സ് ഉണ്ടാവാറില്ല വർക്ക് നടക്കുമ്പോൾ. പിന്നെ പല ഭാഗങ്ങളിലും എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്യേണ്ട സ്ഥലത്തുള്ള വർക്കുകളല്ല ചെയ്യാറ്. എന്നിട്ട് എല്ലാ വർഷവും കഴിഞ്ഞ 2 വർഷമായിട്ടും ഈ ജംഗ്ഷൻ എത്തുമ്പോഴേക്കും അവർ പറയും മഴയെന്ന് പറഞ്ഞിട്ട്. ഇവിടെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ബ്ലോക്ക് ഉള്ളത്. മഴക്കാലത്തിന് മുമ്പ് പൂർത്തിയാക്കേണ്ട കനാൽ ശുചീകരണവും നവീകരണവുമാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. തീവ്രമഴ ചില പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണിയും ഉയർത്തുകയാണ്. മഴ ശക്തമായതോടെ മലങ്കര ഡാമിന്റെ 2 ഷട്ടറുകൾ ഉയർത്തി വെള്ളം തുറന്നുവിട്ടിരുന്നു. മധ്യ കേരളത്തിൽ പലയിടത്തും തുടർച്ചയായി മഴ പെയ്തതിനൊപ്പം തന്നെ കനത്ത മഴയിലേക്ക് നീങ്ങിയാൽ കൊച്ചി അടക്കം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വെള്ളക്കെട്ടാണ്. എന്നാൽ വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ തുടരുകയും ചെയ്യുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.